രേണുസുധി എന്ന വ്യക്തി, ആ രേണുസുധിയെ വിറ്റ് ജീവിക്കുന്ന കുറേയധികം ബ്ലോഗേഴ്സ്. സത്യം പറഞ്ഞാൽ രേണുസുധിയെ കൊണ്ട് സമൂഹത്തിന് ഉപകാരമല്ലേ പൗർണമി ഉണ്ടായിട്ടുള്ളൂ? സമൂഹം ഇൻ ദ സെൻസ് വ്ളോഗർ സമൂഹത്തിന്, മറ്റേ സമൂഹമല്ല, വ്ളോഗർ സമൂഹം. നമ്മുടെ ഇപ്പോൾ ഏറ്റവും വലിയൊരു പാർട്ടാണല്ലോ ഡിജിറ്റൽ മാധ്യമ ലോകത്ത് ഏറ്റവും അധികം പാർട്ടായിട്ടിരിക്കുന്ന ഒരു ആൾക്കാരാണ് റിയാക്ഷൻ ബ്ലോഗേഴ്സ് എന്ന് പറയുന്നത്. നല്ലൊരു സോഴ്സ് ഓഫ് ഇൻകം കൂടിയാണ്, നല്ലൊരു സോഴ്സ് ഓഫ് ഇൻകം ആണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് 5-6-7 മാസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തൻ്റെ ആ ഒരു മാർജിൻ അല്ലെങ്കിൽ തൻ്റെ ആ ഒരു ഹൈപ്പ് നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ രേണുസുധി മാത്രമേ ഉള്ളൂ. പ്രത്യേക അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും നല്ല ഇൻഫ്ലുവൻസർ, ഏറ്റവും കപ്പിൾ ഇൻഫ്ലുവൻസർ പ്രതീക്ഷനും രേണുസുധിക്കും കൂടെ, പിന്നെ ഏറ്റവും നല്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, വേറെ ആർക്കും കിട്ടാത്ത അവാർഡുകളൊക്കെ എന്തിനു മന്ത്രി റിയാസിൽ നിന്ന് ഒരു അവാർഡ് വാങ്ങിച്ചു. അത്രയും മഹത്തരമായ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള രേണുസുധിയെ കുറിച്ച് എന്തെല്ലാം വൃത്തികേടുകളാണോ വേറൊരു ആർട്ടിസ്റ്റ്, അതും ബിഗ് ബോസിലൊക്കെ പങ്കെടുത്ത ഒരു ദയ അച്ചു എന്ന് പറഞ്ഞ വ്യക്തി. സത്യം പറഞ്ഞാൽ ആ പെങ്കൊച്ചിനെ ഇപ്പോഴാണ് ഞാൻ പൂർണ്ണമായിട്ടൊന്ന് കാണുന്നത് തന്നെ, അതിൻ്റെ ഒരു വ്ളോഗോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒക്കെ. എന്തൊരു മ്ലേച്ഛകരമായ ഭാഷയിലാണ് ഒരു വ്യക്തിയെക്കുറിച്ച് ഈ പെങ്കൊച്ചൊക്കെ, ഈ രേണുസുധി എന്ന് പറഞ്ഞ പെങ്കൊച്ചിനെ കുറിച്ച് അവർ പറയുന്നത്. സത്യത്തിൽ രേണുസുധി ദേഷ്യപ്പെട്ടിട്ട് പോലും ഒരു മ്ലേച്ഛകരമായ വാക്കും അവരുടെ വീഡിയോയിൽ തിരിച്ചുള്ള മറുപടിക്ക്, രേണുസുധി ആദ്യമായിട്ട് ഒരാൾക്കെതിരെ ഒരാളെ മാത്രം വെച്ചുകൊണ്ട് മറുപടി കൊടുക്കുന്നത് പൗർണമി ശ്രദ്ധിച്ചിട്ടുണ്ടോ? വേറെ സാധാരണ രേണുസുധി അങ്ങനെ റിയാക്ട് ചെയ്യാറില്ല. എത്രയൊക്കെ തെറിവിളിയും ചീത്തവിളിയും കേട്ടാലും അവർ റിയാക്ട് ചെയ്യാത്തൊരു വ്യക്തി. അതാണ് അവരുടെ സംസ്കാരം. ആ സംസ്കാരം തീരെ ഇല്ലാത്തവരാണ് അവരെക്കുറിച്ച് പറയുന്ന വ്ളോഗേഴ്സ്. പക്ഷേ ഇതൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും രേണുസുധി ഡയറക്റ്റായിട്ട് വന്ന് ലൈവിൽ വന്ന് ഒരാളോട് നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിക്കുന്ന ആദ്യമാണ്. അത് മാത്രമാണ് അവർ അതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. അത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. എന്താണ് പറഞ്ഞത്? മാനസിക രോഗമാണ്. മാനസിക രോഗം എന്ന് പൗർണമിയുടെ ഭാഷയിൽ വ്യക്തമായ നല്ല ഭാഷയാണത്. അവർക്ക് വട്ടാണ്, അവർക്ക് ഭ്രാന്താണ്, അവർക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്ന് അവരുടെ ഭർത്താവ് മരിച്ചുപോയ സുധിച്ചേട്ടൻ പറഞ്ഞത്രേ. മരിച്ചുപോയ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ജീവിതത്തിൽ അവർക്ക് ഏറ്റവും അധികം പ്രിയപ്പെട്ട ഒരേ ഒരാളെ ഉള്ളതെന്ന് രേണുസുധി പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തിയെക്കുറിച്ച് തന്നെയും അയാൾ പറഞ്ഞതായിട്ടാണ് ഈ പറയപ്പെടുന്ന ദയ അച്ചു ഇരുന്ന് പറയുന്നത്. സത്യത്തിൽ രേണുസുധി ആയതുകൊണ്ടല്ലേ ഇവർക്കെതിരെ കേസ് കൊടുക്കാത്തത്? രേണുസുധി ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കെതിരെയും ആരെയുംക്കെതിരെയും അവർ ഇതുവരെ കേസ് വന്നിട്ടില്ല. 1-2 നിവർത്തിക്കേടുകൊണ്ട് മാത്രമാണ് 1-2-3 പേർക്കെതിരെ അവർ കേസ്. അത് പറയാവുന്നതിനപ്പുറം ഭാഷയാണ് അവർ പറയുന്നത്. ഒരു വൈറൽ ആങ്കർ എന്ന നിലയിൽ എന്നെ എന്തൊക്കെ തെറിയാ പറയുന്നത് എനിക്കറിയാം. രേണുസുധി ഇന്റർവ്യൂ ചെയ്യുന്ന ഒറ്റ കാരണം കൊണ്ട് 11,000 തെറികൾ കേട്ട വ്യക്തിയാണ്. അത് തന്നെ ശാരികയോട് ഞാൻ ചോദിക്കാനിരുന്നു. അത് തന്നെയാണ്, ശാരിക ഒരു ഗ്യാപ്പ് തന്നില്ല. ഇപ്പൊ ഞാൻ ആ ഗ്യാപ്പ് ടേക്ക് ഓവർ ചെയ്യാണ്. എന്തായാലും ശാരിക എന്ന് പറയുന്ന വ്യക്തിക്ക് ഇപ്പം ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രേണുസുധിയായിട്ട് 2 സെക്ഷൻസോളം ചെയ്തു. അത്യാവശ്യം നല്ല രീതിയിൽ എയറിലുമായിരുന്നു. അപ്പോ ആ രേണുസുധി എന്ന് പറയുന്ന വ്യക്തിയെ കുറച്ചുകൂടി ഇപ്പം ഞാൻ പറയുന്നതിലും അല്ലെങ്കിൽ ഈ യൂട്യൂബേഴ്സ് പറയുന്നതിലും കുറച്ചധികം നേരം, ഒരുപാട് സമയം എന്ന് പറയുന്നില്ല, കുറച്ചധികം നേരം നേരിട്ട് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു, ഇന്റർവ്യൂ ഒക്കെ ചെയ്തു. ആ ഒരു സംസാരത്തിൽ നിന്ന് ഇപ്പം നിങ്ങളുടെ ഇന്റർവ്യൂവിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ പലതവണ വിവരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പാറ്റേൺ അതാണ്, നിങ്ങളത് ഫോളോ ചെയ്തു, അത് നിങ്ങളുടെ ഒരു തൊഴിലാണ്, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തു, അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നെഗറ്റീവും പോസിറ്റീവ് കമന്റ്സ് വരാം, കൂടുതൽ നെഗറ്റീവ് ആവും, അതൊന്നും നമ്മളെ തൽക്കാലം ബാധിക്കുന്നില്ല. പക്ഷെ രേണുസുധി എന്നൊരു വ്യക്തിയുമായിട്ട് ഇടപെട്ടിടത്തോളം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ പറ്റി എന്താണ് ശരിക്കും പറയാനുള്ളത്? ഞാൻ ഇടപെട്ടിടത്തോളം വളരെ ബോൾഡായിട്ടുള്ള, വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള, വളരെ എന്ത് നമ്മൾ പറഞ്ഞാലും മുഖം കറുപ്പിക്കാതെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, ഞാൻ വളരെ റഫായിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുക. അതാണ് എൻ്റെ ഒരു ഷോയുടെ രീതി. എന്നിട്ട് പോലും ചിരിച്ചുകൊണ്ട് ആ ഷോയിൽ ഇരുന്നുകൊണ്ട് തന്നെ അതേ ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരങ്ങൾ രേണുസുധിയുടെ കയ്യിലുണ്ട്. ആ രേണുസുധി വളരെ വ്യക്തമായിട്ടാണ് നമ്മളോട് ഉത്തരങ്ങൾ പറയുന്നത്. വളരെ കോൺഫിഡൻറ്റ് ആൻഡ് ബോൾഡാണ്. ഏതറ്റം വരെയും അവരുടെ പ്രൊഫഷന് വേണ്ടി പോകാൻ അവർ തയ്യാറാണ്. എന്നാൽ മോശമായിട്ട് ഒരു കാര്യങ്ങളും അവരവരുടെ വീഡിയോയിൽ ചെയ്യുന്നില്ല. നമുക്ക് എടുത്തു പറയത്തക്ക ഒന്നും. അവർ കൃത്യമായി വസ്ത്രധാരണം ചെയ്യുന്നു, കൃത്യമായിട്ട് അഭിനയിക്കുന്നു. ഇതിലും വലിയ വൾഗറായിട്ട് അഭിനയിക്കുന്ന എത്രയോ ആൾക്കാർ പൗർണമി നമ്മുടെ ചാനലുകളുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അവരുടെ ഒന്നും പേരുകൾ നമ്മൾ എടുത്തു പറയുന്നില്ല. പോൺ സ്റ്റാറിനകളെ പോലും പൂമാലയിട്ട് സ്വീകരിക്കുന്ന മലയാളികൾക്ക് രേണുസുധിയോട് എന്താണ് ഇത്രയും ദേഷ്യം? അന്തസ്സായിട്ടാണ് അവർ അഭിനയിക്കുന്നത്. അതായത് ഭർത്താവ് മരിച്ചു പോയതിനെ ഒരു വലിയ കാരണമാക്കി പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഇന്നുണ്ട്. ശരിക്കും നമ്മൾ തന്നെ പലതവണ ചോദിച്ചിട്ടുണ്ട്, ഭർത്താവ് മരിച്ചു പോയവർക്കും അല്ലെങ്കിൽ കൂടെ ആരും ഇല്ലാത്തവർക്കും ഈ സമൂഹത്തിൽ ജീവിക്കണ്ടേ, അവർക്ക് ജോലി ചെയ്യണ്ടേ, അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യണ്ടേ? ജോലി ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റിഷ്ടംപോലെ ജോലികളുണ്ടല്ലോ, അവർക്ക് അതൊക്കെ ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നവരാണ്. ഒരു മനുഷ്യന് ആകെ ഒരു ചെറിയ കാലയളവ് മാത്രമേ ഈ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ. ആ ജീവിക്കുന്ന അത്രയും കാലയളവിൽ തനിക്ക് ഇഷ്ടമുള്ളൊരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനും ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനും ആ ആൾക്ക് പെർമിഷൻ ഇല്ലേ? അതിന് സമൂഹത്തിനോട് അനുവാദം ചോദിച്ചിട്ട് വേണോ ആ ആൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ? ഇപ്പോൾ ഈ പറയുന്ന ദയ അച്ചു അടക്കം ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ആളുകൾ കാണുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ രേണുസുധി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എടുത്ത് സംസാരിക്കുന്നതുകൊണ്ടാണ് അത്ര ആളുകൾ കാണുന്നത്. കാരണം രേണുസുധി എന്ന് പറയുന്ന വ്യക്തി ശാരിക മുൻപ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞൊരു 6-7 മാസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നല്ല സ്റ്റാറായിട്ട് തിളങ്ങി നിൽക്കുകയാണ്. ആ ഒരു സ്റ്റാർഡം താഴോട്ട് പോകാൻ ഇതുവരെ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അത് താഴേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇഷ്ടംപോലെ ഷൂട്ട്സ് കിട്ടുന്നു, അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ്സ് കിട്ടുന്നു,
പ്രൊമോഷൻ വർക്ക്സ് കിട്ടുന്നു, ഷോർട്ട് ഫിലിംസ് കിട്ടുന്നു. അത് ആ ഒരു കരിയർ ഗ്രോത്ത് കൂടിയാണ്. ശരിക്കും തുടക്കത്തിൽ അവർക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞവർ പോലും പിന്നീട് ഒരു നല്ല നടിയിലേക്കുള്ള അവാർഡിലേക്ക് വരെ അവരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ആ ഒരു അഭിനയ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ്. തുടക്കത്തിൽ ഒരുപക്ഷെ അറിയില്ലായിരിക്കാം, അവർക്കൊരു പരീക്ഷണമായിരിക്കാം, അവർക്ക് താല്പര്യമായിരിക്കാം. ആ ഒരു താല്പര്യത്തിൽ നിന്ന് അവരത് പരിശീലിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ബലം കൊണ്ട് അവർ ഇത്രയും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രൈഡൽ ഷൂട്ടുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ പ്രൊമോഷൻ വർക്ക്സ് അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അവർ നീറ്റായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അവർക്ക് അവരുടെ ശരീരത്തിന് ഇണങ്ങിയ, അവരുടെ ശരീരത്തിന് ബുദ്ധിമുട്ട് തോന്നാത്ത എല്ലാ മനുഷ്യർക്കും, അതിപ്പോൾ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, എല്ലാവർക്കും അവരവർക്ക് ഒരു കംഫർട്ട് ഉണ്ട്. മറ്റുള്ളവരുടെ കണ്ണിലെ കംഫർട്ട് ആയിരിക്കണം എന്നില്ല ഈ വസ്ത്രം ധരിക്കുന്നവരുടെ കണ്ണിലെ കംഫർട്ട്, അല്ലെങ്കിൽ അവർ ഫീൽ ചെയ്യുന്നത്. അപ്പം എല്ലാ കാര്യങ്ങളും വിമർശിക്കാൻ നിൽക്കുന്നവരുടെ വായടപ്പിക്കാൻ ആർക്കും പറ്റില്ല. നമുക്കും പറ്റില്ല, നിങ്ങൾക്കും പറ്റില്ല, ആർക്കും പറ്റില്ല. പക്ഷെ അങ്ങനെയുള്ളവർ സംസാരിച്ചോട്ടെ എന്നല്ലാതെ മറ്റൊരു നിലപാടെടുക്കാൻ ആർക്കും കഴിയുന്ന കാര്യമില്ല. രേണുസുധിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആ നിലപാടാണ് അവർ സ്വീകരിച്ചത്. പറയുന്നവർ പറഞ്ഞോട്ടെ. അവർ പലതവണ ചോദിച്ചിട്ടുണ്ട്, ശരിക നിങ്ങൾ പറയുന്ന ജോലി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ വീട്ടിലിരുന്ന് കുട്ടിയെ മാത്രം നോക്കിക്കൊണ്ടിരിക്കാം, എൻ്റെ ചിലവിനുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുമോ, നിങ്ങൾ കൊണ്ടുവന്ന് എനിക്ക് പൈസ തരുമോ, എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ കാശ് ആവശ്യമാണ്. എല്ലാവരും ഈ പായുന്നത് മുഴുവൻ ഈ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ രേണുസുധിയെ പോലും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ രേണുസുധിയെക്കുറിച്ച് പറയുന്നത് പോലും നിങ്ങളുടെ ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ്. പക്ഷെ അതുപോലും മറന്നുകൊണ്ട് ഒരു നോർമലി ബിഹേവ് ചെയ്യുന്ന, നോർമലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് നോർമലി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയെ പറ്റി സമൂഹ മാധ്യമത്തിൽ വന്നിട്ട് വളരെ മോശമായിട്ട് അവർക്ക് മാനസിക രോഗമാണ്, അല്ലെങ്കിൽ മുൻപ് നിങ്ങളുടെ ഭർത്താവ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചെങ്കിലും ചിന്തിക്കണ്ടേ അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ ദയാ അച്ചു എന്ന വ്യക്തി നേരത്തെ കുറച്ച് ഈ നമ്മുടെ ബിഗ് ബോസിലൊക്കെ പോയിട്ട് ഫേമസ് ഒക്കെ ആയിട്ടുണ്ട്. ഒരു പക്ഷേ ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലൈഫിൽ ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പക്ഷെ അത് അവനവൻ്റെ കഴിവും അവനവൻ്റെ കയ്യിലിരിപ്പും പോലെ ഇരിക്കും. ബിഗ് ബോസിൽ പോയ എല്ലാവരും ഭയങ്കര ഫേമസ് ആണോന്നൊന്നുമില്ല. അതിൽ ഒട്ടും അറിയപ്പെടാതെ പോയ ടൈറ്റിൽ വിന്നേഴ്സ് വരുന്നുണ്ട്. എന്നാൽ അധികം അങ്ങോട്ട് പോകാതെ കുറച്ച് കയറിയതിൻ്റെ പേരിൽ ഒരുപാട് നല്ല ഷോസ് ഒക്കെ ചെയ്തു പോകുന്ന ആൾക്കാരുണ്ട്. അത് അവനവൻ ഡിപ്പെൻസ് ഓൺ നമ്മളുടെ എബിലിറ്റിയിൽ നമ്മൾ എങ്ങനെയാണ് ആ ഒരു പ്ലാറ്റ്ഫോം ഫ്യൂച്ചറിലേക്കായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ കഴിവ് പോലെ ഇരിക്കും. ഓക്കെ. പക്ഷെ ഈ ദയാച്ചുവിനെ സംബന്ധിച്ചിടത്തോളം അവർ ബിഗ് ബോസിലൊക്കെ പോയി ആ സമയത്ത് കുറച്ച് ഫെയിമും കാര്യങ്ങളുണ്ട്. പിന്നീട് അങ്ങോട്ട് എനിക്കൊന്നും ഫെയിം ആയില്ല. പക്ഷേ ഈ രേണുസുധിയെ സംബന്ധിച്ചിടത്തോളം രേണുസുധി ബിഗ് ബോസിലൊന്നും പോയിട്ടില്ല. ബിഗ് ബോസ് ഒക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. ബട്ട് എന്നിട്ടും അവരുടെ രേണുസുധി എന്ന ഒരാളുടെ ഹാഷ്ടാഗ് ഇട്ടാൽ മതി. അവർ വർക്ക് ചെയ്യുന്നതും അവരുടെ ആൽബങ്ങൾ മാത്രമല്ല, അവരുടെ ഇന്റർവ്യൂ എടുക്കുന്ന ചാനലായാലും ഏത് ചാനലായാലും വമ്പൻ ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം 1 lakh 1 million അങ്ങനെ ലെവലിൽ പോവുകയാണ്. താഴോട്ട് ആ ഗ്രാഫ് ഇതുവരെ താഴ്ന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഇത് കാണുന്ന പലർക്കും, പല ആർട്ടിസ്റ്റ്, ഇങ്ങനെയുള്ള ലോ ലെവലിൽ ചിന്തിക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് പലതരം അസൂയകളോ ജലസിയോ ഒക്കെ ഉണ്ടാവാം. അതുകൊണ്ടാവണം. അല്ലെങ്കിൽ തന്നെ പോലെ തന്നെ അവരൊരു സ്ത്രീയാണ്, അവരും ആർട്ടിസ്റ്റാണ്, അവർ അഭിനയിക്കുന്നു. ആരെയും പിന്നെ ഈ പറയപ്പെടുന്നില്ല വ്യക്തിഹത്യ ചെയ്യുന്നില്ല, ആരുടെയും കുടുംബത്തെ നാണം കെടുത്തുന്നില്ല, ആരുടെയും പ്രൊഫഷനെ കളിയാക്കുന്നില്ല. അവരുടെ ആൽബങ്ങൾ പോലും ആരെയും ഉപദ്രവിക്കാത്ത ഒന്നാണ്. എന്നിട്ട് എന്തിനാണ് രേണുസുധിയെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരാളെ മാനസിക വൈകല്യമുള്ള ആളാണ്, അവർക്ക് ചികിത്സ ഉണ്ടായിരുന്നു, അവരുടെ ഭർത്താവ് വരെ അവരെക്കുറിച്ച് അവർക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറയുമ്പോൾ ആരായാലും ഇമോഷണലി ബേഴ്സ്റ്റ് ഔട്ട് ആയി പോകും. അത് തന്നെ രേണുസുധി. എന്നിട്ട് പോലും ഏറ്റവും സഭ്യമായ ഭാഷയിലാണ് രേണുസുധി റിപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഈ പറയപ്പെടുന്ന പോലെ ദയാച്ചൊക്കെ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പോലെ മറ്റു വ്ളോഗേഴ്സ് അതിനെയും വെച്ച് റിയാക്ട് ചെയ്ത് അരി വാങ്ങിക്കുന്ന കുറച്ച് വ്ളോഗേഴ്സിനെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. അവരുടെ ഒന്നും പേര് പറയുന്നില്ല. അങ്ങനെ മാധ്യമത്തിൽ വന്നിരുന്നുകൊണ്ട് നീയൊന്നും അരി വാങ്ങി തിന്നണം. നമ്മുടെയൊക്കെ ഫോക്കസ് TV അല്ലെങ്കിൽ ഫോക്കസ് ന്യൂസ് ചാനൽ എന്ന് പറയുന്ന അത്യാവശ്യം ന്യൂസുകൾ ചെയ്യുന്ന ചാനലാണ്. നമ്മൾ സഭ്യമായ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. രേണുസുധിയുടെ കാര്യങ്ങൾ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവരെ ഒരുപാട് ബുള്ളിങ്ങുകൾ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഇന്റർവ്യൂസിന്റെ കേസ് എടുക്കുവാണെങ്കിൽ അതൊരു ഷോ ആണ്. ഇപ്പോൾ എന്നോട് പൗർണമി ചോദിച്ച പോലെ രേണുസുധിയുമായിട്ടുള്ള എൻ്റെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അതൊരു ഷോ ആണ്, അതൊരു നോട്ട് ആൻ ഇന്റർവ്യൂ. ആ ഷോയുടെ പാറ്റേണിലാണ് അത് പോകുന്നത്. പക്ഷേ ഒരു ന്യൂസ് ചാനലിൽ വന്ന് നമ്മൾ അവരെക്കുറിച്ച് വ്യക്തിഹത്യ ചെയ്യുമ്പോൾ നമുക്കൊരു ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. നമ്മളൊരു ഓൺലൈൻ മീഡിയ ആണ്, നമ്മളൊരു ന്യൂസ് ചാനലാണെങ്കിൽ ഓൺലൈൻ മീഡിയ ആണ്. അപ്പോൾ ഒരാളെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പ്രതികരിക്കണം. അതൊരു ന്യൂസ് ചാനലിന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ദയാച്ചുവൊക്കെ നിങ്ങളുടെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ ഇവർക്കെതിരെയൊക്കെ സുഖമായിട്ട് ഈ പറയപ്പെടുന്ന രേണുസുധിക്ക് പരാതി കൊടുക്കാമായിരുന്നു. എടാ, നമ്മുടെ ഹണി റോസ് വമ്പനായിട്ടുള്ള ബോച്ചയ്ക്കെതിരെ പരാതി കൊടുത്തിട്ട് അയാൾ 5 ദിവസം ജയിലിൽ കിടന്നു. ആറാട്ടനെതിരെ പരാതി വന്നു, ജയിലിൽ കിടന്നു. അപ്പോൾ താങ്കളും ഈ പറയപ്പെടുന്ന വ്ളോഗേഴ്സും ഒക്കെ ജയിലിൽ കിടപ്പിക്കുമെന്ന് ആ സ്ത്രീക്ക് അറിയാഞ്ഞിട്ടില്ല. പക്ഷെ അവരൊരു എന്താ പറയുന്നത്, വളരെ സാധാരണ ചിന്തിക്കുന്ന, അവനവൻ്റെ അന്നം വാങ്ങിക്കാൻ വേണ്ടി മാത്രം ഓടി നടക്കുന്ന 24/7 വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ടാണ് അവരിതിനൊന്നും അവർക്ക് സമയമില്ല, അതിനുള്ള പൈസ അവർക്കില്ലെന്ന് അവരെപ്പോഴും പറയും. കേസിനൊക്കെ പോകണമെങ്കിൽ പൈസയും വേണ്ടേ? അവരുടെ അന്നം കണ്ടെത്താൻ അവരുടെ കുഞ്ഞുങ്ങളെ ബ്രെഡ് വിന്നറാണ് അവർ ആ വീട്ടിലെ. അതുകൊണ്ടാണ് അവർ ഇതിന് നടക്കുക. അവർക്ക് ഇതിനൊന്നും കളയാൻ സമയമില്ല. അവരവരുടെ പാഷനും അവരുടെ വർക്കുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് രക്ഷപ്പെടുന്നത്. എന്നിട്ട് നിവർത്തികളിൽ 1-2 പേർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ചാനൽ പൂട്ടി പോകാതിരിക്കാൻ നിങ്ങളുടെ നാവടക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം.